Let T from R square to R cube be a linear transformation such that T of 1 2 equal to 1 0 1, T of minus 1 1 0 1 minus 1. Find T of 1 1 and T of 0 0. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഓരോന്നിൻ്റെയും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടാൽ മതി. T of 1 1 കാണാം, T of 0 0 കാണാം. അതാദ്യം ഞാൻ പറയാം കേട്ടോ. അതായത് ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ 1 1നെ 1 2 മൈനസ് 1 1ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഏതാണ്? ഫൈൻഡ് T of 1 1 അല്ലേ? അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് T ഓഫിൻ്റെ ഉള്ളിലുള്ളത് എല്ലാം T ഓഫ് തന്നെയല്ലേ. അപ്പോൾ ഈ 1 1നെ ആദ്യം 1 2ൻ്റെയും മൈനസ് 1 1ൻ്റെയും തന്നിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാം. അപ്പോൾ 1 1 റൈറ്റ് 1 1 ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 1 2 ആൻഡ് മൈനസ് 1 1. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി C1 C2 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 1 ഈക്വൽ ടു 1 C1 പ്ലസ് മൈനസ് 1 C2. ഇതിൽ ആദ്യത്തെ ഇതെടുക്കുക, ഇവിടെ ആദ്യത്തെ എടുക്കുക. ഇവിടുത്തെ ആദ്യത്തേനെ C1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ C2ൻ്റെ. ഇനി ഡൗട്ടുള്ളവർക്ക് ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് ആദ്യത്തെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ വരിക? 1 C1 പ്ലസ് മൈനസ് 1 C2 ഇവിടെ വന്നു. അടുത്തത് 1 ഈക്വൽ ടു 2 C1 പ്ലസ് 1 ഇൻറ്റു C2 ഇങ്ങനെ വന്നു. ഇനി ഇങ്ങനെ എഴുതിയിട്ട് വേണം കേട്ടോ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നേരെ സോൾവ് ചെയ്യുക. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കണമെങ്കിൽ എപ്പോഴും ഈക്വൽ ടു വന്നിട്ടുള്ള ആ കോൺസ്റ്റൻറ്റ് ഇപ്പുറത്ത് വരണം. ഈ ഫോമിൽ എന്നിട്ട് C1 ആദ്യം C2 രണ്ടാമത്, C1 ആദ്യം C2 രണ്ടാമത്, അങ്ങനെ വേണം കേട്ടോ എഴുതാൻ. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടും. ഇത് നേരെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. മൂന്നെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുക. C1 C2ൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് 1 1നെ ഇങ്ങനെ എഴുതിയില്ലേ? ഇതിൻ്റെ C1ൻ്റെയും C2ൻ്റെയും വാല്യൂ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് കാണുന്നത് എന്താ? T of 1 1 ആണ് കാണേണ്ടത്. അപ്പോൾ T of 1 1 എന്ന് പറഞ്ഞാൽ T of 2/3 1 2 മൈനസ് 1/3 മൈനസ് 1. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് ഔട്ട്സ് എടുത്തിട്ട് ഇത് ഓരോന്നായിട്ട് T എഴുതാം. ഈ T of 1 2ഉം T of മൈനസ് 1 1ഉം ഇവിടെ കൊടുത്തിട്ടുണ്ട്. T of 1 2 1 0 1, T of മൈനസ് 1 1 0 1 മൈനസ് 1. അപ്പോൾ ഇവിടെ അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മളത് സിംപ്ലിഫൈ ചെയ്യുക. 2/3 കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, 1/3 കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തത് തമ്മിൽ മൈനസ് ചെയ്യുക, രണ്ടാമത്തെ തമ്മിൽ മൈനസ് ചെയ്യുക, മൂന്നാമത്തെ ടേം തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഇതായ ആൻസർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T of 0 0 ആണ്. അപ്പോൾ 0 0നെയും അതേപോലെ തന്നെ C1 ഇൻറ്റു C2 ഇങ്ങനെ കോമ്പിനേഷൻ എഴുതണം. C1 C2ൻ്റെ വാല്യൂ എടുക്കണം. നേരത്തെ എഴുതിയ 1 1ന് പകരം ഇവിടെ 0 0 എഴുതിയാൽ മതി. എങ്ങനെ കിട്ടിയത്? C1 പ്ലസ് മൈനസ് C2 ഈക്വൽ ടു 0. ഇവിടെയോ 2 C1 പ്ലസ് C2 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ C1 ഈക്വൽ ടു 0 C2 ഈക്വൽ ടു 0. കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുക, അല്ലാതെ തന്നെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ 0 0നെ 0 ഇൻറ്റു 0 എന്ന് എഴുതി. ഇനി രണ്ട് ഇതിലും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്തു. 0 ഔട്ട്സ് എടുക്കുക. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കോൺസ്റ്റൻറ്റ് വരുമ്പോൾ ഇനി 0 കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോൾ 0 0 കിട്ടും. T of 0 0 0 കിട്ടി. ഇനി ഇതല്ലാത്ത രീതിയിലും ചെയ്യാം. ഇപ്പോൾ രണ്ടെണ്ണം ഇവിടെ കാണണ്ടേ? അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടൊരു എക്സും വൈയും ഉള്ളത് ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ XY ബിലോങ്സ് ടു R സ്ക്വയർ ടു R ക്യൂബ് അല്ലേ? അപ്പോൾ XYനെ C1 1 2 പ്ലസ് C2 മൈനസ് 1 എന്ന് പറഞ്ഞ രീതിയിൽ കോമ്പിനേഷനായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ C1 പ്ലസ് മൈനസ് C2 ഈക്വൽ ടു X എന്ന് എഴുതി. 2 C1 പ്ലസ് C2 എന്ന് പറഞ്ഞത് Y എഴുതി. ഇതാണ് കേട്ടോ ഇപ്പുറത്തേക്ക് എടുത്തത്. ഇനി നമുക്ക് XYയുടെ വാല്യൂ കണ്ടുപിടിക്കരുത്. ഏതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം? C1ൻ്റെയും C2ൻ്റെയും വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് XYയുടെ കോമ്പിനേഷനിൽ. അപ്പോൾ സാധാരണ ഇക്വേഷൻ സോൾവ് ചെയ്യണ പോലെ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 3 C1 കിട്ടും X പ്ലസ് Y, പിന്നെ C1 ഈക്വൽ ടു X പ്ലസ് Y 3 കിട്ടും. ഇനി ഇവിടെ ഈ C1 X പ്ലസ് Y ബൈ 3 എന്ന് പറയുന്നത് ഈ ഇതിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഇതിലാണ് കേട്ടോ C1ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് കിട്ടി. C2 ഇങ്ങനെ കിട്ടി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടണത് ഇത് ഇപ്പുറത്തേക്ക് എടുത്തപ്പോഴാണ് കേട്ടോ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ C2 ഈക്വൽ ടു മൈനസ് 2/3 X പ്ലസ് Y ബൈ 3. ഇങ്ങനെ ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആദ്യത്തെ പോലെ ചെയ്താൽ മതി കേട്ടോ. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടൈപ്പും പറഞ്ഞു തന്നത്. ഇനി നേരെ C1ന് പകരം ഇവിടെ എന്താ? C1 X പ്ലസ് Y ബൈ 3. C2 എന്താ?
-2/3 x+y/3. ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതി കേട്ടോ. C1 ഇത് ഇവിടെ എഴുതാം, C2 എഴുതാം. C1 എഴുതി ഇനി രണ്ട് സൈഡിലും ടി എടുക്കുക. ഇവിടെ x+y എന്ന് പറയുന്നത് പുറത്തേക്ക് എടുക്കുക, T(1)2. ഇവിടെ x+y/3 എന്നുള്ള പുറത്തേക്ക് എടുക്കുക, T(-1/3) കിട്ടി. ഇതിന് മാത്രം ടി എടുക്കണം. ഇതിൻ്റെ T(1)2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇതുണ്ട്. ഇവിടെയും T(-1) ഇതുണ്ട്. ഇതിന് നമുക്കിനി ഓരോ വാല്യൂ കാണാം. ഇത് കോമൺ ആയിട്ടുള്ളത്. അത് പിന്നെ ചില ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ദെൻ ഫൈൻഡ് T(1) ആണെങ്കിൽ ഇത് കണ്ടിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് കണ്ടതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റൂ. ഫൈൻഡ് ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ദെൻ ഫൈൻഡ് T(1) അങ്ങനെ ആണെങ്കിൽ ഇത് കണ്ടിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 1 എന്ന് പറയുമ്പോൾ എക്സിന് പകരം 1ഉം വൈക്ക് പകരം 1ഉം കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ, നോക്കിയാൽ മതി അത്. ഇനി T(0)(0) കൊടുക്കണം. ഇവിടെ മൊത്തം 0ഉം ഇവിടെ മൊത്തം 0ഉം. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതും വരും. ഏതെങ്കിലും ഒരു രീതി ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ.